ഹലോ ഫ്രണ്ട്സ്, ഇന്ന് പാമ്പുമേക്കട്ടുമനയെപ്പറ്റി പറയാം. കേരളത്തിലെ പ്രസിദ്ധമായ സർപ്പാരാധനയുള്ള സ്ഥലമാണ് പാമ്പുമേക്കാട്ട് മന. തൃശ്ശൂർ ജില്ലയിലെ വടമയിലാണ് ഈ ക്ഷേത്രമുള്ളത്. മനയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് 2 വലിയ നാഗങ്ങൾ മനയ്ക്ക് കാവലായി നിൽക്കുന്നതായി കാണാം. ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ പുരാതനമായ എട്ടുകെട്ടോടുകൂടിയ മാളിക കാണാവുന്നതാണ്. അതിവിശാലമായ സ്ഥലത്ത് വലിയ കാവുകളാണുള്ളത്. എല്ലാ ദിവസവും മനയുടെ ഉള്ളിലേക്ക് കടക്കാനായിട്ട് സാധിക്കില്ല. കന്നിമാസത്തിലെ ആയില്യം, മേടം, വെട്ട്, മിഥുനം, കർക്കിടകം ഈ മാസം ഒഴികെയുള്ള മലയാള മാസം 1-ാം തീയതിയും മീനമാസത്തിലെ തിരുവോണം മുതൽ ഭരണി വരെയുള്ള ദിവസവും മാത്രമേ മനയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ബാക്കിയുള്ള ദിവസങ്ങളിൽ പുറത്തു മാത്രമേ പ്രവേശനം ഉണ്ടാവുള്ളൂ. ഞങ്ങൾ മേക്കാട് മനയിലേക്ക് ചെന്നപ്പോൾ പുറത്തുള്ള ഒരു കാവിൽ പൂജ നടക്കുകയായിരുന്നു. വർഷത്തിൽ ഒരു ദിവസമേ ആ കാവിൽ പൂജ നടക്കാറുള്ളൂ. നിരവധി ഭക്തജനങ്ങളും ഉണ്ടായിരുന്നു. ഞങ്ങൾക്കും ആ പൂജയിൽ പങ്കെടുക്കാനായിട്ട് സാധിച്ചു. സർപ്പരാജാവായ വാസുകിയുടെയും നാഗയക്ഷിയുടെയും സാന്നിധ്യം ഇവിടെയുണ്ട്. മനയിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ തന്നെ അവിടെ സർപ്പസാന്നിധ്യമുള്ളതായിട്ട് തോന്നും. വള്ളിപ്പടർപ്പുകൾ വിരിച്ചു നിൽക്കുന്ന കൂറ്റൻ മരങ്ങളും ഭിത്തിയിലുള്ള നാഗരൂപങ്ങളുമെല്ലാം കൂടി ഒരു നാഗസാന്നിധ്യം അനുഭവപ്പെടും. 100 കണക്കിന് വർഷം മുമ്പുള്ള ഒരു കഥയാണിത്. ആ കാലത്തൊക്കെ മനയിൽ വളരെ ദാരിദ്ര്യത്തിലായിരുന്നു. ഈ ദാരിദ്ര്യ ദുഃഖത്തിനും കഷ്ടപ്പാടിനുമൊക്കെ ഒരു നിവൃത്തി ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ട് മനക്കിലെ മൂത്ത നമ്പൂതിരി തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിലെ ഭജന ഇരിക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ഭജന ഇരുന്ന് ഒരു ദിവസം രാത്രി വാസുകി എന്ന സർപ്പരാജൻ കയ്യിൽ മാണിക്യക്കല്ലുമായിട്ട് പ്രത്യക്ഷപ്പെടുകയും വരങ്ങൾ കൊടുക്കുകയും ചെയ്തു. അങ്ങനെ മനയിൽ സർപ്പരാജന്റെ സാന്നിധ്യം ഉണ്ടാവുകയും ദാരിദ്ര്യ ദുഃഖം ഇല്ലാതാകുകയും ചെയ്തു. അവിടെ നിന്ന് മനക്കിലെത്തിയ നമ്പൂതിരിയുടെ ഓലക്കുടയിലെ നാഗങ്ങളും ഒരു നാഗത്താനും ഉണ്ടായിരുന്നു. അങ്ങനെ മേക്കാട്ട് മനയിലെ പരദേവതയായിട്ട് കിഴക്കിനിയിൽ നാഗത്തെ പ്രതിഷ്ഠിച്ചു. സർപ്പരാജാവായ വാസുകിയും നാഗയക്ഷിയുമാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠകൾ. മനയ്ക്ക് ചുറ്റും 5 കാവുകളാണുള്ളത്. തെക്കേ കാവിലാണ് എല്ലാ ദേശങ്ങളിൽ നിന്നും ഏറ്റെടുക്കുന്ന കാവുകളിലെ ദേവതകളെയെല്ലാം പ്രതിഷ്ഠിക്കുന്നത്. മനയിലെ അടുക്കളയിലല്ലാതെ മറ്റൊരിടത്തും തീ കത്തിക്കാൻ പാടില്ലെന്നും മനയിലെത്തുന്ന നാഗങ്ങളെ ഉപദ്രവിക്കരുതെന്നും മനപ്പറമ്പ് കിളക്കരുതെന്നും അതാണ് ഇവിടുത്തെ പ്രത്യേകത. മനയിലെ കിഴക്കിനിയിലെ 2 വിളക്കുകൾ കെടാതെ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കും. വിളക്കിലെ മഷിയും എണ്ണയും സർപ്പകോപം മൂലമുണ്ടാകുന്ന ത്വക്ക് രോഗങ്ങൾക്ക് ഔഷധമാണ്. മനയിലെ ഏറ്റവും വിശേഷപ്പെട്ട ദിവസമാണ് വൃശ്ചികം 1. നാഗരാജാവായ വാസുകി പ്രത്യക്ഷപ്പെട്ടത് ഈ ദിവസമാണെന്നാണ് വിശ്വാസം. കളമെഴുത്തുപാട്ടും അന്ന് നടത്തുന്നു. സർപ്പബലിയും ഇവിടെ നടന്നു വരാറുണ്ട്. സർപ്പദോഷം മാറ്റാനും അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യുവാനുമായിട്ട് പലരും ഇവിടെ എത്തിച്ചേരുന്നു. ഇങ്ങനെ പാമ്പുമേക്കാട്ട് മനയെയും അവരുടെ പരദേവതകളായ സർപ്പങ്ങളെയും കുറിച്ച് എനിക്കറിയാവുന്നത് ഇവിടെ അവതരിപ്പിച്ചു. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യണേ. കമൻറ്റും ഇടണേ. താങ്ക് യു.